ഹായ് ഹലോ നമസ്കാരം. രാവിലെ എന്ന് കരുതണ്ട, ഉച്ചയ്ക്ക് ഉറക്കവും കഴിഞ്ഞ് ജസ്സും ജോലി എണീറ്റ് വരിക കേട്ടോ. ഇന്ന് രഞ്ജിത്തിന് ഡ്യൂട്ടിയില്ലായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടന്നുകൊണ്ട് ഇവരൊന്ന് കുറേ ടൈം കിടന്ന് ഉറങ്ങി. ഇപ്പോൾ രണ്ടുപേരും നല്ലപോലെ ഉറങ്ങി എണീറ്റ് ഇരിക്കുകയാണ്. ഞാൻ സത്യത്തിൽ വിളിച്ച് എണീപ്പിച്ചതാണ്. അപ്പോൾ ഇവർ കിടക്കുന്നതിന് മുന്നേ ഇവർ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു അട മതിയെന്ന്. അപ്പോൾ ഈ പെസഹാട അന്ന് മേടിച്ച വാഴയില ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ട്. അപ്പോൾ അതെടുത്ത് ഞാൻ അതുകൊണ്ട് ഇലയുടെയൊക്കെ ഉണ്ടാക്കാൻ എല്ലാ പരിപാടിയും കഴിച്ച് ഇലയുടെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ചായയും കൂടി ഇട്ടാൽ കഴിച്ചാൽ മതി. അപ്പോഴത്തേക്കും രണ്ടുപേരും ഭയങ്കര കഥ പറച്ചിൽ. അപ്പായോട് എന്തൊക്കെയോ പറയുകയാണ്. അപ്പം എണീക്കുന്നു, അപ്പം പുതച്ച് കിടക്കുമെന്നോ ഒക്കെ പറഞ്ഞ് ഭയങ്കര വർത്താനമാണ്. അപ്പോൾ ഇതാട്ടോ ഇല. കുഴപ്പമില്ല, എന്നാൽ കുറച്ച് കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇരിപ്പുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല നിങ്ങളൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഈ പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതന്ന് ശനിക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാൻ മേടിച്ച ബാക്കി പൊടിയാണേ. അപ്പോൾ പൊടി ഒരു 2 ഗ്ലാസ് ഞാൻ ഈ ഗ്ലാസ്സിന് എടുത്തു. ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ടു. എന്നിട്ട് പിന്നെ തേങ്ങ എല്ലാം ചിരകി വെച്ചു. തേങ്ങ ചിരകി വെച്ചതല്ല കേട്ടോ, തേങ്ങ ഇങ്ങനെ ചിരകിയത് മേടിച്ചതാണ് കേട്ടോ ഓൾറെഡി. പിന്നെ ശർക്കര പാനിയാക്കാനായിട്ട് വെച്ചു. മധുരത്തിന് 4 ശർക്കര എടുത്തു. പിന്നെ നല്ല തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ച് പൊടി നല്ല പോലെ കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കി ഇങ്ങനെ കവർ ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് ശർക്കര പാനിയായിട്ട് തേങ്ങ വിളയിക്കണം. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ ശർക്കര പാനിയാക്കി അരിച്ച് ഞാൻ വേറൊരു പാത്രത്തിലോട്ടാക്കി. പിന്നെ സ്പൈസസ് എല്ലാം പൊടിച്ചു. ജീരകവും ഏലക്കായും അത് കല്ലിൽ കുത്തി ചതച്ചെടുത്ത് അത് ഇതിലേക്ക് തന്നെ ഇട്ടു, ഈ പാനിയിലേക്കിട്ടു. എന്നിട്ട് പാനിക്ക് ഒരു ലേശം ഉപ്പിയായിട്ട് കേട്ടോ, ഒന്നൊരു ഉപ്പൊക്കെ ഒന്ന് വരാൻ വേണ്ടി ഒരു ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ അതവിടെ റെഡിയായി. അപ്പോഴത്തേക്കും വാഴയില ഇങ്ങനെ ഇരിക്കും കേട്ടോ വാഴയില. പക്ഷെ നല്ല മണമൊന്നുമില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് പഴകും. നമ്മുടെ നാട്ടിലെ വാഴയിൽ നിന്ന് പറിക്കുന്ന അത്ര ഫ്രഷ് ആയിട്ടൊന്നും ഇരിക്കില്ലെന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടേക്ക് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇങ്ങനെയെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിക്കുക. അങ്ങനെ ഓരോരോ അട പരത്തി ഇങ്ങനെ കനം കുറച്ച് നൈസായിട്ട് പരത്തി എല്ലാ വാഴയിലും ഇതേപോലെ അരിപ്പൊടി കുഴച്ചത് പരത്തി ഞാൻ അപ്പച്ചെമ്പി വെച്ച് ആവി കയറ്റുക കേട്ടോ ചെയ്തേ. അങ്ങനെ അപ്പച്ചെമ്പി വെള്ളവും വെച്ച് എല്ലാ അടയും അടുക്കി വെച്ച് പിന്നെ ആവി കയറ്റി. അപ്പോഴത്തേക്കും നല്ലപോലെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചെമ്പ് അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലപോലെ ആവി കയറി വന്ന് അങ്ങനെ അട റെഡിയായി കേട്ടോ. നല്ല രസമല്ലേ വൈകുന്നേരമൊക്കെ ഇലയട കഴിക്കാൻ? നിങ്ങളും ട്രൈ ചെയ്തോ കേട്ടോ. നല്ല ഫ്രഷ് വാഴയിലൊക്കെയാണ് അടിപൊളി. അതേ പിന്നെ ഞാൻ ചായ ഇട്ടു. അവരവിടെ എല്ലാവരും എണീറ്റിട്ട് കളിയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ചായ ഇട്ട് അട കഴിക്കാമെന്ന് വിചാരിച്ചാൽ. പിന്നെ ഈ അട ഇതേപോലെ തന്നെ ദോശക്കല്ല് ഈ വാഴയില വെച്ച് ചുട്ടും എടുക്കും കേട്ടോ. ചുടുന്നതിനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ കളി തുടങ്ങി. കളി എന്നൊക്കെ പറയാൻ നമ്മൾ പണ്ട് ചിരട്ടയിൽ മണ്ണപ്പം ചുട്ട് കളിച്ചത് അവരിപ്പോൾ മോഡേൺ വേഷനായിട്ട് ഉള്ളിൽ കുറച്ച് പാത്രമൊക്കെ എടുത്ത് അതിനകത്ത് കളിയൊക്കെയാണ്. ജസ്റ്റ് ഇപ്പം ഞാൻ ക്യാമറ കൊണ്ട് ചെന്നാലും അപ്പം പറയും ഹലോ ഹായ് ഗായ്സ് എന്ന് പറയും. അങ്ങനെ ഭയങ്കര കളിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇതെൻ്റെ ഷാളാട്ടോ. ഇവർക്ക് ഇങ്ങനെ തലയിൽ കെട്ടി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് കളിച്ചതൊക്കെ എന്ത് രസമായിരുന്നു അല്ലേ? തോട്ടി മീനെ പിടുത്തവും മണ്ണപ്പം ചുട്ട് കളിയും അതൊക്കെ പോയി. ഇപ്പോൾ പിന്നെ പിള്ളേർക്ക് ഉള്ളിലൊക്കെ തന്നെ സൗകര്യമൊക്കെ ഉള്ളു കളിക്കാൻ. അങ്ങനെ അവരുടേതായ രീതിക്കുള്ള കളികളൊക്കെ കളിക്കുകയാണ്. എന്നാലും ഇവർ ഭയങ്കര സന്തോഷമാട്ടെ. ഇവർക്ക് ഇതിനുള്ളിലാണെങ്കിലും ഇങ്ങനെ ഓരോ കളി കളിക്കുമ്പോൾ ഇവർക്ക് സന്തോഷമാണ്. പിന്നെ ഞാൻ വിചാരിക്കും നാട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ അവർ നാട്ടിൽ മുറ്റത്തിറങ്ങി ആ രീതിക്കുള്ള കളികൾ കളിക്കും. പിന്നെ അതിനെക്കുറിച്ചൊരു വലിയ വിഷമമൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ രീതി ഏത് ലൈഫ് സ്റ്റൈലാണോ അതിനോട് ഇവർ ഇണങ്ങി പോകുന്നുണ്ട്. അല്ലാതെ ഇന്നത് അത് ഇത് അങ്ങനെ ഒരു വാശിയൊന്നുമില്ല. അത് തന്നെ ഒരു വലിയ ദൈവാന്തരമായിട്ട് കരുതുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ. ടാറ്റാ ബൈ, സീ യു.